3 നമ്പറിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ട്രിക്കുകൾ ഏതൊക്കെയെന്ന് ചോദിച്ച് കുറച്ച് നമുക്ക് മെസ്സേജ് കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ പറയാൻ പോണ ഈ ഒരു നമ്പർ ട്രിക്ക് എന്ന് പറഞ്ഞാൽ അത് 3 നമ്പറിൽ അപ്ലൈ ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്പർ ട്രിക്കാണ്. ഒരിക്കൽ കൂടി പറഞ്ഞാലേ നമ്പേഴ്സിൻ്റെ ഒരു കളിയാണ് ലോട്ടറി എന്ന് നിങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലേ? പലരും പറയണത് കേൾക്കാറുണ്ടല്ലേ? ലോട്ടറി എന്ന് പറയുന്നത് അതൊരു നമ്പേഴ്സിൻ്റെ കളിയാണ്. ഈ നമ്പറുകൾ ഏതൊക്കെയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഈ നമ്പറുകൾ ഫൈൻഡ് ഔട്ട് ചെയ്താൽ നമുക്ക് ഏകദേശം നാളെ വരാൻ സാധ്യതയുള്ള നമ്പറുകൾ ഏതാണെന്ന് അറിയാൻ പറ്റും. അങ്ങനെ ആ നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇന്നത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഡെയിലി ലോട്ടറി റിസൾട്ട് വരുമ്പോഴല്ലേ കേരള ലോട്ടറീസ് എന്നുള്ള ഒഫീഷ്യൽ സൈറ്റ് ഉണ്ടല്ലോ, ആ സൈറ്റിൽ നമുക്ക് റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് താഴേക്ക് പോയി കഴിയുമ്പോഴേ റിപ്പീറ്റഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ് കുറച്ച് നമ്പേഴ്സ് കൊടുത്തതായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഈ 50 രൂപയുടെ ലോട്ടറി വന്ന ശേഷമാണ് ഈ ഒരു റിപ്പീറ്റഡ് നമ്പേഴ്സ് കണ്ടുവരുന്നത്. നമ്മുടെ വീഡിയോസൊക്കെ സത്യം പറഞ്ഞ ഒരു സുപ്രഭാതത്തിൽ എണീറ്റു എന്നെ എന്നൊരു വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. ഒരു 5-6 ലോട്ടറി ചാനലുകളൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കി അവരുടെയൊക്കെ ഒന്ന് കോപ്പി അടിച്ച് ഇട്ടേക്കാം എന്ന് ചിന്തിച്ചിരുന്ന വീഡിയോകളല്ല. കുറച്ച് നാളുകളായിട്ട് നമ്മൾ തന്നെ വർക്ക് ചെയ്ത് നമ്മൾ തന്നെ റിസൾട്ട് നോക്കി ഞാൻ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഞാൻ തന്നെ അത് ഡെയിലി ടിക്കറ്റുകൾ അപ്ലൈ ചെയ്ത് നോക്കി, അല്ലെങ്കിൽ ഡെയിലി റിസൾട്ടുകളിൽ നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുന്നത് ഡെയിലി റിസൾട്ടുകളിൽ വരുന്നുണ്ടോ എന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് മാത്രം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകളാണ്. നമ്മളെ ഇതെങ്ങനെ കണ്ടുപിടിക്കാം എന്ന് എളുപ്പത്തിൽ പറഞ്ഞു തരാനായിട്ട് ആ നമ്പേഴ്സിൻ്റെ മീതെ ABC ഇങ്ങനെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ABC നമ്പർ ട്രിക്ക് ഒന്നുമല്ല കേട്ടോ, എൻ്റേതായ രീതിയിൽ ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്ത നമ്പർ ട്രിക്ക് തന്നെയാണ്. അതും ഇതുമൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കരുതേ. അപ്പോൾ നമുക്ക് 24-ാം തീയതി റിസൾട്ടാണ് എടുത്തേക്കുന്നത്. 24-ാം തീയതി റിസൾട്ടിൽ ഈ റിപ്പീറ്റഡ് നമ്പേഴ്സിൽ 33556749 3095 8516 1859 6261 ഇതൊക്കെയാണ് നമുക്ക് റിപ്പീറ്റഡ് നമ്പേഴ്സായിട്ട് കാണുന്നത്. അതിൽ ആദ്യത്തെ നമ്പറായ 3355 സെലക്ട് ചെയ്തു. അതിൽ ഇൻ്റർണൽ നമ്പറാണ് 5, അതെടുത്തു. രണ്ടാമത്തെ നമ്പറായ 6749 അത് സെലക്ട് ചെയ്തു. അതിൽ ഇൻ്റർണൽ നമ്പറാണ് 9. മൂന്നാമത്തെ നമ്പറായ 3095 അത് സെലക്ട് ചെയ്തു. അതിൽ ഇൻ്റർണൽ നമ്പറാണ് 5. അപ്പോൾ നമുക്ക് ലാസ്റ്റ് 3 ഡിജിറ്റായിട്ട് 595 കിട്ടി. ഈ സെയിം മോഡലിൽ തന്നെ BCD അങ്ങനെ സെലക്ട് ചെയ്തു, CDE അങ്ങനെ സെലക്ട് ചെയ്തു, DEF അങ്ങനെ സെലക്ട് ചെയ്തു. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പേഴ്സാണ് 3 ഡിജിറ്റിൽ നമുക്ക് കിട്ടുന്ന നമ്പേഴ്സാണ് കാണിക്കുന്നത്. ഇതിന് മുമ്പത്തെ വീഡിയോ ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്കൊരു കാര്യം അറിയാൻ പറ്റും. എൻ്റെ മിക്ക വീഡിയോകളും ഞാൻ സ്കിപ്പ് ചെയ്യാതെ കാണാം, അങ്ങനെ ഒരു ഓപ്ഷൻ പറയാറില്ല. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്ന് പറയുന്നുണ്ട്. കാരണം ഇതിൻ്റെ ആദ്യത്തെ പോർഷൻ തൊട്ട് എൻഡിങ് വരെയുള്ള പോർഷൻ കറക്റ്റായിട്ട് കേട്ടാലാണ് നമുക്ക് ഈ നമ്പേഴ്സ് എങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും, ഇതെങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും, എങ്ങനെ പ്രൈസ് വിൻ ചെയ്യാൻ പറ്റും, ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ. എവിടെയെങ്കിലും സ്ക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എടുത്തിരിക്കുന്നത് 24-ാം തീയതി റിസൾട്ടാണ്. നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് പ്രൈസ് വിൻ ചെയ്യുന്നത് 26-ാം തീയതി റിസൾട്ടാണ്. അതായത് നിങ്ങൾ 26-ാം തീയതി ടിക്കറ്റാണ് എടുക്കാൻ പോകുന്നതെങ്കിൽ 24-ാം തീയതി റിസൾട്ട് നോക്കി വേണം ഈ ഒരു കാൽക്കുലേഷൻ ട്രിക്ക് ചെയ്തിട്ട് പോകാൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 3 നമ്പറിലാണ് ഈ നമ്പേഴ്സൊക്കെ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത് ഷഫിൾ ചെയ്താണ് വന്നിരിക്കുന്നത്. ഈ 3 ഡിജിറ്റിൽ എത്രമാത്രം 26-ാം തീയതി പ്രൈസ് വന്നിട്ടുണ്ട്, 5000-ൽ എത്ര വന്നിട്ടുണ്ട്, 1000-ൽ എത്ര വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് നോക്കിയതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത ജസ്റ്റ് നമ്പേഴ്സൊക്കെയാണ് പറയുന്നത്. 4 നമ്പറും നമ്മുടെ കയ്യിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ട്രിക്കിലുള്ള നമ്പർ. 26-ാം തീയതി റിസൾട്ടിലെ 5000-ൽ 1196 ഈ ഒരു നമ്പർ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ട്രിക്കിലുള്ള നമ്പറിലെ DEF അതിൽ 691 കണ്ടോ, ആ 196 എന്നാക്കിയിട്ടാണ് അത് 5000-ൽ വന്നതായിട്ട് കാണുന്നത്. 26-ാം തീയതി റിസൾട്ടിലെ 1000-ൽ നമുക്ക് കാണുന്ന ഒരു നമ്പറാണ് 6917. അതും ഈ DEF ആ ഒരു മോഡലിൽ വന്നേക്കണ നമ്പറാണ്, ഷഫ്ലയിൽ വന്നേക്കണ നമ്പർ. അടുത്തത് BCD നോക്കുകയാണെങ്കിൽ 956 അത് 1000-ൽ വന്നതായിട്ട് കാണുന്നുണ്ട്, 9561. പിന്നെ അത് തന്നെ 500-ൽ വന്നതായിട്ട് കാണുന്നുണ്ട്, 965. നമുക്കിങ്ങനെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ കൊടുത്തേക്കണ നമ്പേഴ്സ് എല്ലാം കറക്റ്റ് ആ 3 നമ്പർ ഷഫിൾ ചെയ്ത് 26-ാം തീയതി റിസൾട്ടിൽ വന്നിട്ടുണ്ട്. എല്ലാ നമ്പേഴ്സും വന്നിട്ടുണ്ട്, എല്ലാം ഏകദേശം 3 എണ്ണത്തിനടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് മാത്രമേ അതിൽ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളെ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാ നമ്പർ ട്രിക്കുകളും അല്ലെങ്കിൽ എല്ലാ കാൽക്കുലേഷൻ ട്രിക്കുകളും എല്ലാം നമ്മൾ കാണുന്നു, അത് മൈൻഡിൽ വെക്കുന്നു. അത് കുറച്ച് ലോട്ടറീസൊക്കെ ആ ഒരു മോഡൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ ചിലപ്പോൾ വിന്നാകാം, ചിലപ്പോൾ വിന്നാകില്ല. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ പോയി
എടുക്കുമ്പോൾ നമുക്കത് വിൻ ആകണം എന്നില്ല. പക്ഷേ നമ്മളത് മൈൻഡിൽ വെച്ചിട്ട് അതൊരു കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് അതൊരു ട്രാക്ക് പോലെ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓരോ നമ്പേഴ്സും എവിടെ അപ്ലൈ ചെയ്യണം, എങ്ങനെ എടുക്കണം. ഇപ്പോൾ ഒരു തവണ ചിലപ്പോൾ നമുക്ക് എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ 3-4 നമ്പറിനൊക്കെ മിസ്സിങ് ആയി പോവാം. അപ്പോൾ അയ്യോ അത് കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ ഇത് ഒരു 80% ഈ ഒരു ട്രിക്ക് വർക്ക് ആവണുള്ളൂ എന്ന് ചിന്തിക്കരുത്. വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എവിടെ, എങ്ങനെ, ഏത് മോഡല് എടുക്കണം എന്ന നമ്മുടെ ചോദ്യത്തിനുണ്ടല്ലോ അതിനൊരു ഉത്തരം കിട്ടും. അപ്പം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഇതൊക്കെ പോയി അപ്ലൈ ചെയ്ത് അന്ന് തന്നെ റിസൾട്ട് കിട്ടണം എന്നില്ല. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന് നമുക്ക് എന്തായാലും ഒരു 5000 രൂപ വരെ ഈ ഒരു മെത്തേഡുകൾ ഉപയോഗിച്ച്, ഈ ഒരു ട്രിക്കുകൾ ഉപയോഗിച്ച് വിൻ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ പോയി എടുക്കുക, 100% അടിക്കും. ഞാൻ അതിന് ഗ്യാരണ്ടി എന്ന് പറയാതെ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് നിർത്തുന്നത് എന്തെന്ന് വെച്ചാൽ, ജീവിതത്തിൽ നമുക്ക് മുൻപിലുള്ള സാധ്യതകളെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു, അതെങ്ങനെ നമ്മൾ പ്രാക്ടിക്കലാക്കാൻ നോക്കുന്നു, അവിടെയാണ് നമ്മുടെ വിജയം. അപ്പം അതുകൊണ്ട് തന്നെ ഈ സാധ്യതകളൊക്കെ നിങ്ങൾ, ഈ കണ്ടന്റുകളൊക്കെ, ഈ സാധ്യതയെല്ലാം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗപ്പെടുത്തി നോക്കുക. തീർച്ചയായിട്ടും നാളെ ഒരു ഫസ്റ്റ് പ്രൈസ് അടിച്ചു ചേച്ചി എന്ന് കമൻറ്റ് ചെയ്യത്തക്ക വിധം ഒരു വിജയം നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വാസത്തോടുകൂടി എടുത്തു നോക്കൂ, പ്രൈസ് വിൻ ചെയ്യൂ, കമൻ്റായിട്ട് അറിയിക്കൂ. പൊതുവേ ഞാൻ എൻ്റെ വീഡിയോസിലൊന്നും സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ അങ്ങനെ പറയണില്ല. നിങ്ങൾ പ്രൈസ് വിൻ ചെയ്ത് നല്ല ട്രിക്കുകളാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.